കേരളത്തിൽ ഞങ്ങൾ വളരുന്നത് CPM-ന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരുന്നത്. അപ്പോൾ അവരെങ്ങനെ ഭരണത്തിൽ തുടരാൻ അനുവദിക്കുക? ഞങ്ങൾ തന്നെ കൂടുതൽ വോട്ട് കിട്ടുന്ന CPM ന്നാണോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ നിങ്ങൾ ആറ്റിങ്ങലെ കണക്ക് നോക്കിക്കോ. ആറ്റിങ്ങൽ ആരുടെ വോട്ടാണ് എനിക്ക് കിട്ടിയത്? കോൺഗ്രസിന്റെ വോട്ടല്ലല്ലോ, CPM-ന്റെ വോട്ടല്ലേ കിട്ടിയത്. CPM ഭരണത്തിൽ ഇരുന്നോട്ടെ, എന്നിട്ട് ഞങ്ങൾ വളരാമെന്ന് ഞങ്ങളെങ്ങനെ വിചാരിക്കുക? അതുകൊണ്ട് ഞങ്ങൾ ഇവർ രണ്ടുപേർക്കും പകരം ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരണം, ഞങ്ങൾ ശക്തിപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള ധാരണയും ഈ രണ്ട് കൂട്ടരുമായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കാം. നിയമത്ത് എല്ലാ ആൾക്കാരെയും കിട്ടിയിട്ടുണ്ട്. നിയമത്ത് അതിൻ്റെ ഒരു നിയമത്ത് അവിടെ സ്ഥിരമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് CPM-നാണ് പോയിക്കൊണ്ടിരുന്നത്. CPM-നോട് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPM കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP-ക്ക് വന്ന വോട്ടുകളിൽ വലിയൊരു വിഭാഗം വോട്ട് CPM-ൽ നിന്ന് തന്നെയാണ്. പക്ഷെ CPM-ന് നഷ്ടപ്പെട്ട വോട്ട് അവര് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരായിട്ടുള്ള ആളുകളുടെ വോട്ട് പിടിച്ചുകൊണ്ട് അവർ ആ വോട്ട് നിലനിർത്തി. ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതലും കിട്ടി. അത് കാരണം അവർ ഭരണം തുടച്ചു. അങ്ങ് പറയുന്നത് ഈ CPM-നെ ക്ഷയിപ്പിച്ചുകൊണ്ടാണ് BJP വളരുന്നത് എന്നല്ലേ? അതെ, കേരളത്തിൽ തീർച്ചയായിട്ടും. കോൺഗ്രസ് അല്ല, കോൺഗ്രസിന്. കാരണം കോൺഗ്രസിന് വരുന്ന വോട്ടിന്റെ വലിയൊരു അംശം കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണ കൊണ്ടാണ്. ഞങ്ങൾ അതുമായിട്ട് ഡീലിങ് ഇല്ലല്ലോ. ഞങ്ങൾക്ക് വളരെ ചുരുക്കം വോട്ടാണ് മതന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ, അതിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CPM നിലനിൽക്കുന്നത്. ആ വോട്ടാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി പട്ടാഞ്ചേരി സ്കൂളിന്റെ കാര്യത്തിൽ BJP പൂർണ്ണ പിന്തുണ നൽകുന്നു. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ലാറ്റിൻ സഭയൊന്നുമില്ല. ഞാനിതാണ് പറഞ്ഞിട്ടുള്ളത്. ലാറ്റിൻ സഭ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് അവിടെ IB ഈഡനും വഴി കോൺഗ്രസും ശിവൻകുട്ടി ഇവർ രണ്ടുപേരും തീർന്ന പ്രശ്നത്തെ ഉപയോഗിച്ച് വാളിക്കത്തിച്ച് അവർക്ക് 10 വോട്ട് കിട്ടുമെന്നുള്ളൊരു ശ്രമം നടത്തി. SDPI-യെ കുറ്റപ്പെടുത്താൻ IB ഈഡന് ധൈര്യമില്ല. ശിവൻകുട്ടി പ്രശ്നം തീർന്നതിന് ശേഷവും എവിടുത്തെ വോട്ടിന് വേണ്ടിയാണെന്ന് എനിക്കറിയില്ല, ഈ വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടിയിട്ട് അവരോടൊരു മൃദു സമീപനം.